യോഗങ്ങൾ ക്രമീകരിക്കുവാനും ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിക്കുവാനും സഭയും ചുമതലപ്പെട്ടവരും കാണിച്ച സന്മനസ്സിന് കർത്താവിന്റെ നാമത്തിൽ ഈ പ്രാരംഭമായി ഞാൻ നന്ദി പറയുന്നു. I would like to extend my gratitude to the church who created this meeting for me to come here and preach to you. ഇന്ന് രാത്രി ദൈവത്തിന്റെ മുമ്പാകെയും അവന്റെ വചനത്തിന്റെ മുമ്പിലും നാം ഒരുമിച്ച് പ്രാർത്ഥനാപൂർവമായിരിക്കുകയാണല്ലോ. Let us be in a prayerful attitude before the word of God. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പരിഭാഷയോട് ചേർന്നുള്ള വചന ശുശ്രൂഷ ചെയ്യുന്നത്. It is after a long time that I am preaching the word of God with a translator. ദോഹയിലുള്ള ഞങ്ങളുടെ സഭയിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയുള്ള വർഷിപ്പ് ഉണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ട്രാൻസ്ലേഷന്റെ ആവശ്യം പലപ്പോഴും അവിടെ വരാറില്ല. At my church in Doha, we have worship in Hindi, English, Malayalam, but most of the time we don't require translation. അതുകൊണ്ട് ഒരുപക്ഷെ ശൈലികൾക്കൊക്കെ വളരെ പരിമിതികൾ വരുത്തിക്കൊണ്ട് വേണം ഇന്ന് രാത്രി സംസാരിക്കുവാനെന്നുള്ളത് എനിക്കറിയാം. നിങ്ങളെല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. Therefore I realize that I may not be in my regular flow of the preaching, so I request everybody to pray for it. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ശക്തമായി വചിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I pray that let the Holy Spirit deal with us in a powerful way tonight. ഒരു യോഗത്തെ മഹായോഗമാക്കി തീർക്കുന്നത് അവിടെയുള്ള പ്രസംഗകരുടെയോ സംബന്ധിക്കുന്നവരുടെയോ സാന്നിധ്യമല്ല. A prayer meeting is not successful because of the preacher or the people who gather there. നേരെ മറിച്ച് മഹാരാജാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുള്ളതുകൊണ്ട് ഇതൊരു മഹായോഗമാണ്. It is only because the mighty king is here, that's why it is a great meeting. വളരെ പ്രാർത്ഥനയോടുകൂടെയാണ് ഈ യോഗം ദൈവസന്നിധിയിൽ ഈ സഭ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. I very well understand that the church is gathered here with great prayer. വെറുതെ ഒരു സുവിശേഷ യോഗം ക്രമീകരിക്കുക എന്നുള്ളതിലുപരിയായി More than a regular gospel meeting, ഞാൻ വിശ്വസിക്കുന്നു ദൈവസന്നിധിയിൽ വളരെ പ്രതീക്ഷയും പ്രത്യാശയും ഈ യോഗം സംബന്ധിച്ച് സഭയ്ക്കുണ്ട് എന്നുള്ളത്. I believe that everybody is gathered here with a hope. ഒരു വ്യക്തി ജീവിതമെങ്കിലും കർത്താവിനെ അറിയുവാനും തന്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുവാനും ഈ യോഗം കാരണമാകുമെങ്കിൽ നിശ്ചയമായും സ്വർഗ്ഗം സന്തോഷിക്കുകയും നമ്മുടെ അധ്വാനം ഫലവത്തായി തീരുകയും ചെയ്യും. Even if one soul is saved and committed to God, our prayer meeting will be successful. ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ജീവിതമെങ്കിലും തീരുമാനമെടുക്കുവാനിടയായി തീർന്നാൽ അത് എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ്. Even if one life decides to come back to Christ, that is a great blessing. ദൈവസഭയിലെ അംഗങ്ങളായി വചനം കേൾക്കുവാൻ കടന്നു വരുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ വചനത്താലും ആത്മാവിനാലും ശക്തിപ്പെടുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഈ സുവിശേഷ യോഗം അന്വർത്ഥമായി തീരും. If the people of God who have gathered here to listen to the word are strengthened by that word, then our prayer meeting is successful. അതിലെല്ലാം ഉപരിയായി ദൈവത്തിന്റെ സഭയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ശക്തമായ ഒരു ആത്മീയ ഉണർവിന്റെ ആരംഭം ഈ യോഗ നിമിത്തം ദൈവം ഉളവാക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. And not only that, I pray that let this meeting be a beginning for a good revival in the church. ഒരു സഭ ഒരു പ്രത്യേക യോഗം ക്രമീകരിക്കുമ്പോൾ when a church conducts a special prayer meeting, ഒരുപക്ഷേ ആ യോഗം നടക്കുന്ന സമയത്ത് പ്രത്യക്ഷമായ പ്രതിഫലനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പോലും, even if we are not able to see the immediate results to that prayer meeting, ചരിത്രം നമ്മോട് സാക്ഷ്യം പറയുന്ന ഒരു കാര്യം, the history is a witness for one thing. ദൈവജനം ഐകമത്യപ്പെട്ട് ഒരുമിച്ച് കൂടി വരികയും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അധ്വാനിക്കുകയും ചെയ്യുന്ന സ്ഥാനത്ത്, if you come together with one heart and one accord and stand shoulder to shoulder, നിശ്ചയമായും ദൈവം തന്റെ പ്രവൃത്തി അനധിവിദൂര ഭാവിയിൽ നമ്മുടെ നടുവിൽ നിറവേറ്റുന്ന ദൈവമാകിയാൽ ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. And I praise God because God is a God who will work in our near future. ദൈവത്തിന്റെ വചനത്തിനാണ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. We have given importance to the word of God tonight. ക്രിസ്തീയ പ്രസംഗത്തിന്റെ കാതൽ അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ, if you ask me what is the content of the Christian message, നമുക്കറിയാം ഒരുപാട് പ്രസംഗങ്ങൾ അനുദിനവും നാം വിവിധ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നവരാണ്. we are the generation that are listening to the word of God in many different mediums. എന്നാൽ പ്രസംഗിക്കപ്പെടുന്നതെല്ലാം ദൈവത്തിന്റെ വചനമാണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരല്പം കൂടെ ചിന്തിക്കേണ്ടി വരും ഉത്തരം പറയുവാനായിട്ട്.
But if you ask, is it really the word of God that is being preached, then we might have to think again. എന്താണ് പ്രസംഗിക്കപ്പെടേണ്ടത്? ദൈവത്തിന്റെ വചനം നമ്മോട് എന്ത് പറയുന്നു? What is supposed to be preached? What does the word of God tell us? നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യഗണങ്ങളെ ദൗത്യം ഫലമേൽപ്പിക്കുമ്പോൾ അവരോട് പറഞ്ഞത് സുവിശേഷം പ്രസംഗിക്കുവാനാണ്. When Jesus Christ appointed his disciples, he commanded them to preach the gospel. ലോകത്തിൽ പ്രസംഗിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. The most important thing that needs to be preached is a good news of the gospel. അതോടൊപ്പം തന്നെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ പൗലോസിന്റെ വാക്കുകൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. And at the same time we read what Paul says. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. The Jews seek knowledge. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ ദൈവത്തിന്റെ ദാസൻ തിമോഥെയോസിനോടുള്ളത് ഉദ്ധരിച്ചത് നാം കേട്ടുവല്ലോ, വചനം പ്രസംഗിക്കാം. And same way Paul is telling Timothy to preach the word. എഫെസോസിലുള്ള മൂപ്പന്മാരോട് പൗലോസ് സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇപ്രകാരം താൻ പ്രസ്താവിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ രാജ്യം പ്രസംഗിച്ചു നടന്ന എന്റെ മുഖം ഇനി നിങ്ങൾ കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. And he's saying to the elders in Ephesus that I who preach the kingdom of God in you, you will not see my face. ഈ പറയപ്പെട്ട വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ക്രിസ്തീയ പ്രസംഗങ്ങളിൽ ഉൾക്കൊള്ളേണ്ട 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. And therefore I'm telling you about 4 points that includes the Christian message. ഒന്ന്, സുവിശേഷം പ്രസംഗിക്കുക. The first is the gospel. രണ്ട്, സുവിശേഷത്തിന്റെ നെടുന്തൂണായ ക്രിസ്തുവിനെ പ്രസംഗിക്കുക. Second, you have to preach Christ, the center of the gospel. 4, ദൈവത്തിന്റെ വചനം അതിന്റെ ആകത്തുകയിൽ ജനത്തോട് വിളിച്ചറിയിക്കുക. You have to preach the gospel, the word of God in its fullness. 4, ദൈവത്തിന്റെ രാജ്യം സംബന്ധിച്ച സകല വിഷയങ്ങളും ഈ തലമുറയോട് വിളിച്ചറിയിക്കുക. You have to tell this generation about everything that concerns the kingdom of God. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, Dear children of God who are gathered here, നിർമ്മിത കഥകളെ അടിസ്ഥാനമാക്കി based on many different aspects, കർമ്മരസമാകുമാറ് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളിലൂടെ ഒരുപക്ഷെ പ്രസംഗം നടത്തുവാൻ നമുക്ക് കഴിയും. I might be able to preach in very eloquent words. കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കത് ആനന്ദമായി, സന്തോഷമായി, ഇഷ്ടമായി ഒക്കെ തോന്നി എന്ന് വരാം. And when you listen to me, you might feel happy. എന്നാൽ ഇന്ന് രാത്രിയും അടുത്തുള്ള ദിവസങ്ങളിലും ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ, But today and the coming night, when I speak the word, നിങ്ങളുടെ കരഘോഷത്തിനായി എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിലുപരിയായി, more than preaching for your response, for your claps, നിങ്ങളുടെ അകത്തളത്തിൽ നിലനിൽക്കുന്ന ഒരാത്മീയ നവോത്ഥാനം ഉളവാക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ചില വാക്കുകളെ വിളിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞാൽ ഞാൻ ധന്യനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I will consider myself blessed if I can preach to you the word that will revive something new in you. ദൈവത്തിന്റെ വചനം എന്നെ അഭ്യസിപ്പിച്ച ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു. A great man of God told this once. ഒരു ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷ നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ, when you finish a message, എല്ലാവരും സന്തോഷിച്ച് നിങ്ങൾക്ക് കരഘോഷം തന്ന് മടങ്ങിപ്പോയാൽ ആ പ്രസംഗം ഒരു വിജയമായിരുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കരുത്. Don't think that if the people clap and they're happy that your message was successful. എന്നാൽ നിങ്ങളുടെ വാക്കുകളെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ നുറുക്കത്തിൽ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഒഴുകിയിറങ്ങുന്നത് കാണുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രസംഗം ഒരു വിജയമാണ് എന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. Consider your preaching to be successful if you see a tear in the eyes of a person who really was touched by your word. ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷയുടെ മുമ്പിൽ കരഘോഷത്തെക്കാൾ ഉപരി ഉണ്ടാകേണ്ടത് ഹൃദയത്തിന്റെ തകർച്ചയും നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികളുമായിരിക്കണം. More than the clap and the happiness, it should be a contrite heart that should be revealed here. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ കടന്നു വരുവാൻ ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. And I remind you once again to be in a prayerful attitude and great hope in the coming days. ഈ ദിവസങ്ങളിലെ ദൈവവചന ശുശ്രൂഷയ്ക്ക് ആധാരമായി for tonight's message, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ
28 വരെയുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. We would like to read the book of Hebrews chapter 9 verse 24 to 28. ഈ 3 ദിവസങ്ങളിൽ നാം ഈ തിരുവചന ഭാഗങ്ങളിലായിരിക്കും ഒരുമിച്ച് ചിന്തിക്കുന്നത്. In the coming days we will be meditating upon these words. എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായി ഈ വചനങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കട്ടെ. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഇനി പാപം വഹിക്കുവാനല്ല, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഈ വായിക്കപ്പെട്ട വേദവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ, based on the word that we just read here, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതകളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുന്നത്. I would like to preach to you about the 3 appearances of Jesus Christ. ഈ വായിക്കപ്പെട്ട വേദഭാഗങ്ങളിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരല്പം വ്യത്യസ്തമായിട്ടാണ് നമുക്ക് ഇതിനെ കാണുവാനായിട്ട് കഴിയുന്നത്. We can see it different from a chronological order. അത് സംഭവിച്ച ആ നിരയിൽ ആ 3 പ്രത്യക്ഷതകളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, if we understand the appearance in the timelines that it appeared, 26ാമത്തെ വാക്യത്തിലാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ ആദ്യ ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. Verse 26 talks about the first appearance of Christ. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. But now he has appeared once for all at the end of the ages to do away with sin. പാപപരിഹാരം വരുത്തേണ്ടതിന് ഒരിക്കലായി ഭൂമിയിൽ പ്രത്യക്ഷനായ യേശുക്രിസ്തു, a Christ who appeared once to do away with sin. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയെ കുറിച്ച് നമുക്ക് 24ാമത്തെ വാക്യത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. And the second appearance is mentioned in verse 24. പാപത്തിന്റെ പരിഹാരം വരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യക്ഷനായ ക്രിസ്തു, A Christ who appeared in the presence of God for us. മൂന്നാമതായിട്ട് 28ാമത്തെ വാക്യത്തിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും ഭൂമിയിൽ പ്രത്യക്ഷനാകുന്ന യേശുക്രിസ്തു. And in verse 28, a Christ who is appearing a second time for the ones who are waiting on him. ഈ ദിവസങ്ങളിലെ ചിന്തകളുടെ മുൻപിൽ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവമക്കൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നു. And I would like to exhort you in the name of the Lord to understand these words. യേശുക്രിസ്തുവിന്റെ ഈ 3 പ്രത്യക്ഷതകളുടെ കൂട്ടത്തിൽ, along with all these 3 appearances, ആദ്യത്തെ പ്രത്യക്ഷതയാണ് ഇന്ന് രാത്രി നമ്മുടെ ചിന്തകളുടെ ആധാരം. and tonight we're going to study about the first appearance. 26ാമത്തെ വാക്യത്തിൽ നാം അത് വായിച്ചു. Verse 26 we read that. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. And he appeared at the end of the ages to do away with sin by sacrificing himself. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള ആദ്യത്തെ പ്രത്യക്ഷത, The first appearance of Jesus Christ in this earth. ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. In the word of God we read like this. ആദിയിൽ വചനമുണ്ടായിരുന്നു, In the beginning there was word. വചനം ദൈവത്തോടു കൂടെയായിരുന്നു, The word was with God. വചനം ദൈവമായിരുന്നു. The word was God. വചനം ജഡമായി തീർന്നു, The word became flesh. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. And he was filled with grace and truth, and he lived among us. കൃപയും സത്യവും നിറഞ്ഞ
പുരുഷനായി മനുഷ്യരുടെ ഇടയിൽ പാർക്കേണ്ടതിന് തന്റെ മഹത്വം വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. Jesus Christ, who left his glory to come to earth and live among us with great അല്ലെങ്കിൽ truth. ചരിത്ര പുരുഷനായ യേശു ക്രിസ്തു. Otherwise, a historical man, Jesus Christ. യേശു ക്രിസ്തു എന്ന ചരിത്ര യാഥാർത്ഥ്യത്തെ നിഷേധിക്കുവാൻ കഴിഞ്ഞ അനേക നൂറ്റാണ്ടുകളായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ സമ്മർദ്ദങ്ങൾ, പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. There has been great attempts to deny the truth of Jesus Christ's appearance. എന്നാൽ യേശു ക്രിസ്തു എന്ന ചരിത്ര യാഥാർത്ഥ്യത്തെ തിരസ്കരിക്കുവാൻ സാധ്യമല്ലാത്ത നിലയിൽ മാനവ ചരിത്രത്തെ രണ്ടായി വിഭാഗിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുവിൽ ചരിത്ര പുരുഷനായി നിൽക്കുന്ന നമ്മുടെ രക്ഷകനായി ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കൾ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. And let us praise God because Jesus Christ is the man who divided the time and യേശു ക്രിസ്തു ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. He's a truth in the history. ഈ ലോക ചരിത്രം എന്ന് പറയുന്നത് മഹാന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ചരിത്രമാണ്. The history of this world is filled with great men. നെബൂഖദ്നേസറിനെ പോലെ, ജൂലിയസ് സീസറിനെ പോലെ, ഹിറ്റ്ലറിനെ പോലെ, മുസോളിനിയെ പോലെയൊക്കെ ലോകത്തിൽ മഹാന്മാരായ അനേക ഭരണകർത്താക്കളുടെ നിര നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. We can see great rulers like Nebuchadnezzar, Hitler, Mussolini. സോക്രട്ടീസിനെ പോലെ, അരിസ്റ്റോട്ടിലിനെ പോലെ, പ്ലേറ്റോയെ പോലെയുള്ള നൂറുകണക്കിന് തത്വചിന്തകന്മാരെ നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. And we can see great philosophers. ഷേക്സ്പിയർ തുടങ്ങിയുള്ള എത്രയോ സാഹിത്യകാരന്മാർ ലോകത്തിൽ വിശ്വപ്രസിദ്ധരാണ്. And we can read about great authors. മുഹമ്മദിനെ പോലെ, ബുദ്ധനെ പോലെയൊക്കെ മതസ്ഥാപകരായിരുന്ന മഹാന്മാരെ ലോകം വാഴ്ത്തിപ്പാടുന്നുണ്ട്. And people praise men like Buddha. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ, ഐസക് ന്യൂട്ടനെ പോലെയുള്ള എത്രയോ മഹാന്മാരായ ശാസ്ത്രകാരന്മാരുണ്ട്. There are many scientists like Einstein and Newton. എന്നാൽ ഈ ചരിത്ര പുരുഷന്മാരായിരുന്ന സകല മഹത് വ്യക്തികളെക്കാളും യേശു ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കി നിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. And there is a lot of aspects that separates Jesus Christ from any one of them. അതിൽ പ്രധാനപ്പെട്ടത് എന്തെന്ന് ചോദിച്ചാൽ, And what is the main thing in that? ഞാൻ പേര് പറഞ്ഞ മഹാന്മാരെ കുറിച്ച് ഇങ്ങനെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. I can talk about all the men that I mentioned here. പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോയവരാണ് ഈ മഹാന്മാരെല്ലാവരും. They came out of the dust, lived in a house made of sand and went back to അവരുടെയൊക്കെ ചരിത്രം ഈ ഭൂമിയിൽ ആരംഭിച്ചത് നാം അവരുടെ ജീവചരിത്ര പുസ്തകങ്ങളിൽ വായിച്ചാൽ അവർ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിൽ ജന്മമെടുത്തപ്പോഴാണ് അവരുടെ ചരിത്രം ആരംഭിച്ചത്. we can see that all these men, their history began when they were born. എന്നാൽ ഈ മഹാന്മാരുടെ ജീവചരിത്രത്തിന്റെ പുസ്തകത്തിന്റെ അവസാന താളുകൾ നാം വായിക്കുമ്പോൾ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞ ആ സംഭവവും ദിവസവും പറഞ്ഞുകൊണ്ട് അവരുടെ ജീവചരിത്രം അവസാനിക്കുകയാണ്. And the history of all these men end with their death. എന്നാൽ നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന ചരിത്ര പുരുഷനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ ആരംഭം തന്റെ ഈ ഭൂമിയിലെ ജന്മത്തോടെ അല്ല നാം തിരുവചനത്തിൽ വായിക്കുന്നത്. But Jesus Christ whom we worship, his beginning is not by the birth on earth. യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറയുവാൻ കഴിയുന്നതാണ് അവൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി എന്ന്. It can only be told about Jesus Christ that he appeared in earth. പ്രിയമുള്ളവരെ, പ്രത്യക്ഷമായി എന്നുള്ള വാക്കിനകത്ത് തന്നെ താൻ ഈ ഭൂമിയിൽ പിറക്കുന്നതിന് മുൻപുള്ള ഒരു തന്റെ പിൻചരിത്രത്തിലേക്കാണ് ആ വാക്ക് വിരൽ ചൂണ്ടുന്നത്. The word appeared points us to a history before he was born on this earth. യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം സുവിശേഷങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുമെങ്കിലും ഒരു പിൻചരിത്രമുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളതോർത്ത് ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തി
വാഴ്ത്തുന്നു. I praise God because Jesus Christ, even though we read about him in the New Testament, there's a history about him in the past. ഈ ഭൂമിയിലെ സകല മഹാന്മാരുടെയും ചരിത്രം അവരുടെ മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ മരണത്താൽ അവസാനിക്കാത്ത ഒരു പിൻചരിത്രമുള്ള ഒരേ ഒരു വ്യക്തി നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവാണ്. And Jesus Christ is the only person that we worship, and his history doesn't end with the death. രാത്രി നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. Our God is a great God. അതുകൊണ്ടാണ് എബ്രായ ലേഖനക്കാരൻ ഇങ്ങനെ പറയുന്നത്, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവിൻ. Therefore, in Hebrews we read, what a mighty God he ഇവൻ is. എത്ര മഹാനെന്ന് നോക്കുവിൻ. Look what great and mighty he നമ്മുടെ is. കർത്താവിനെ പോലെ മഹാനായി മറ്റൊരുത്തരുമില്ല ദൈവമക്കളെ. No one is mighty like our God. ഏതൊരു കാലഘട്ടത്തിലും യേശു ക്രിസ്തുവിനെ പോലെ സംസാര വിഷയമായിരുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. We don't see any other person who was a talk of the town like Jesus. He was the talk of the town throughout the centuries. He was a talk of the town throughout the centuries. സകല നൂറ്റാണ്ടുകളിലും അവൻ ഒരു സംസാര വിഷയമായിരുന്നു. Throughout the centuries, he was a talk of the town. നമുക്കറിയാം ചില സംഭവങ്ങളൊക്കെ ഭൂമിയിൽ നടക്കുമ്പോൾ, We know when many events happen on ചില earth, ഇലക്ഷനുകളൊക്കെ നടക്കുമ്പോൾ, when elections happen, ചില സ്പോർട്സ് ഐറ്റംസ് ഒക്കെ നടക്കുമ്പോൾ, when sports activities happen, ചില ആളുകൾ ലോകത്തിൽ സംസാര വിഷയമായി മാറാറുണ്ട്. certain people become the talk. എന്നാൽ അത് അധികകാലം നിൽക്കത്തില്ല. But it doesn't last for long. ചില ദിവസങ്ങൾ കൊണ്ട് അത് അവസാനിക്കും. It just lasts for a few days. ചില ആഴ്ചകൾ കൊണ്ട് അത് അവസാനിക്കും. And in a few weeks. മറ്റു ചിലത് ഒരുപക്ഷേ ചില മാസങ്ങൾ അല്ലെങ്കിൽ ഒരു സീസൺ വരെ നിലനിന്നിരിക്കും. And maybe for months or a season. എന്നാൽ കഴിഞ്ഞ 20-ലധികം നൂറ്റാണ്ടുകളായി, അല്ല ഈ 21-ാമത്തെ നൂറ്റാണ്ടിലും ലോകത്തിന്റെ എല്ലാ മൂലയിലും എല്ലാ കോണുകളിലും ഒരുപോലെ സംസാര വിഷയമായിരിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവല്ലാതെ മറ്റൊരുത്തരുമില്ല. And there is no one else but Jesus Christ who is being taught around the world for the past 2 അവൻ years. വെറും ഒരു സംസാര വിഷയം മാത്രമല്ല, അവനൊരു പ്രസംഗ വിഷയമാണ്. He's not only to be talked about, but he is to be preached. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് ആ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ, And today when I preach that Jesus ഈ Christ, രാത്രി എന്റെ മുമ്പിൽ ഇരുന്ന് ആ യേശുവിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ, and when you listen about that Jesus Christ, ഇവിടെ മാത്രമല്ല യേശുവിനെ പ്രസംഗിക്കപ്പെടുന്നത് and it's not just here that Jesus, മാനവകുലമുള്ള ഇടങ്ങളിലെല്ലാം ഈ യേശു ഇന്ന് രാത്രി ഒരു പ്രസംഗ വിഷയമാകിയാൽ ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. I praise God because Jesus is being preached everywhere man is. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതുപോലെ ആളുകൾ വിശ്വസിക്കുന്ന മറ്റൊരുത്തരും ഇന്നുവരെ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. There is no one else in whom people believe like in Jesus. യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ടതുപോലെ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ള, പാട്ടുകൾ എഴുതപ്പെട്ടിട്ടുള്ള മറ്റൊരു വ്യക്തിത്വം ഇന്നുവരെ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. ഇനിമേൽ ആരും ജീവിക്കുവാനും പോകുന്നില്ല. There is no one who's being written about and whose songs have been sung for. അതിലെല്ലാം ഉപരിയായി യേശു ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി രക്തസാക്ഷികളായി ജീവനർപ്പിച്ചതുപോലെ ലോകത്തിൽ മറ്റൊരു പ്രത്യയശാസ്ത്രത്തിനു വേണ്ടിയും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയും ആരും ഇതുവരെയും എണ്ണത്തിൽ ജീവനർപ്പിച്ചിട്ടില്ല. And there is for no one else there have been this number of martyrs. ജീവൻ വേണോ മരണം വേണമോ എന്നുള്ള തിരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ എരിയുന്ന തീച്ചുളയും തിളയ്ക്കുന്ന എണ്ണയും വിശന്നു വരിയുന്ന ക്രൂരമുഖങ്ങളും മൃഗങ്ങളെയും മുന്നിൽ കാണിച്ചുകൊണ്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തുവിനെ കൈവിടാതെ മരണത്തെ കോടാനുകോടി ആളുകൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ തിരഞ്ഞെടുത്തതിന്റെ കാരണമെന്തെന്ന് ഇന്ന് രാത്രി അറിയുന്ന ദൈവമക്കളെ, ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ അകത്തലങ്ങൾ ഇന്ന് രാത്രി ആനന്ദത്താൽ നിറയുകയോ. നമ്മുടെ കർത്താവ് എത്ര മഹാനാണ്. Our great God is a great God. നമ്മുടെ കർത്താവിനെ പോലെ വലിയവനാരുമില്ല. There is no one great as our God. നമ്മുടെ കർത്താവ് അവൻ മുന്നമേ ഉണ്ടായിരുന്നവനാണ്. Our God was a God who was from before. യഹൂദന്മാർക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായിരുന്നു യേശു ക്രിസ്തുവിന്റെ പുരാതന നിത്യത എന്ന് പറയുന്നത്.
And the eternity of Jesus Christ was something that the Jews could not accept. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 56 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. In the book of John we can read, യേശുക്രിസ്തു തന്റെ പുരാതന നിത്യതയുടെ അനുഭവങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, and when he talks about his eternity, യഹൂദന്മാർ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിനക്ക് 50 വയസ്സായിട്ടില്ലല്ലോ, നിനക്ക് എങ്ങനെ അബ്രഹാമിനെ അറിയാം? You are not even 50 years old. How do you know Abraham? എന്നാൽ കർത്താവ് പറയുന്നത് അബ്രഹാമിന് മുന്നമേ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. He's saying, I was there before Abraham. പുരാതനനായ ദൈവമാണ് നമ്മുടെ കർത്താവ് എന്നുള്ളതോർത്ത് ഇന്ന് രാത്രി നമുക്ക് അവനെ ആരാധിക്കുവാൻ കഴിയട്ടെ. And let us worship God because he is from before. ഈ രാത്രി ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, Dear children of God, മാനവകുലത്തിൽ അത്ഭുതങ്ങളായി വിവരിക്കപ്പെടുന്ന അനേക വസ്തുതകളുണ്ട്. there are many things that have been defined as wonders. എല്ലാ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം ഒരു യാഥാർത്ഥ്യം അറിയണം. But we have to understand one reality. മനുഷ്യൻ തന്റെ ശാസ്ത്രീയ നേട്ടങ്ങൾ കൊണ്ടും From the advances in അവന്റെ science, കഠിനാധ്വാനം കൊണ്ടും പ്രാപിച്ചെടുത്ത അത്ഭുതങ്ങളുടെ പരമ്പര ഒരുപക്ഷെ നമുക്ക് വായിക്കുവാൻ കഴിയും. we might be able to read about the wonders that man has established from science. അത്ഭുതത്തിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് മനുഷ്യൻ കൈവരിച്ചത്. മനുഷ്യന്റെ കാലുകൾ ചന്ദ്രനിൽ കുത്തുവാനിടയായി തീർന്നത്. And one of those achievements was man landing on moon. ആദ്യമായി മനുഷ്യന്റെ പാദങ്ങൾ ചന്ദ്രനിൽ ഊന്നിയപ്പോൾ വിളിച്ചു പറയപ്പെട്ട വാചകം നമുക്കറിയാം. We know the words that were spoken when man landed on moon A first. slow step of man, but a giant leap for mankind എന്നാണ് അവിടെ വിളിച്ചു പറയപ്പെടുവാനിടയായി തീർന്നത്. മനുഷ്യന്റെ ഒരു ചെറിയ ചുവട്, എന്നാൽ മാനവകുലത്തിന്റെ ഒരു വലിയ കുതിച്ചുചാട്ടം. A small step of one man was a giant leap for the mankind. മനുഷ്യൻ അതുകൊണ്ട് തൃപ്തനായിട്ടില്ല. But man has not been satisfied. ചൊവ്വയിലോ വ്യാഴത്തിലോ ഒക്കെ പോയി പാദമുറപ്പിക്കുവാൻ മാത്രമല്ല, പാർപ്പിടമൊരുക്കുവാനുള്ള പരിശ്രമത്തിലാണ് ശാസ്ത്രം എന്നുള്ളത് ഇന്ന് രാത്രി നമുക്കറിയാം. And man is now not only trying to set his feet but establish a home on Mars. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഒരുപക്ഷേ ഈ പറയപ്പെടുന്നത് പലതും ഭൂമിയിൽ സംഭവിച്ചെന്ന് വരാം. And if the coming of the Lord is tarried, then it might happen. എന്നാൽ കർത്താവിൽ പ്രസിദ്ധനായ കാനമച്ചൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. But the great man of God, Kanamachan, he said this: മനുഷ്യൻ ഒരുപക്ഷേ ചൊവ്വായിൽ പോയെന്ന് വരും, man may go to Mars, എന്നാലും അവൻ ചൊവ്വായി പോകരുത്. but he may not become right in Malayalam. മനുഷ്യന്റെ പ്രശ്നം അതാണ്. Man's problems are മനുഷ്യൻ ഒരുപക്ഷേ ചൊവ്വായിലും വ്യാഴത്തിലും ഒക്കെ പോയെന്നിരിക്കും. he may go to Mars, ചൊവ്വായി പോകുന്ന ആ ഒരു കാര്യം മനുഷ്യനൊരു പക്ഷേ പ്രായോഗികമാക്കാൻ കഴിയത്തില്ല. but he can never make himself right. അവിടെ നിന്ന് നമ്മളും ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കണം. So that is the point that we must think about. ചൊവ്വായിലും വ്യാഴത്തിലും ഒന്നും ചുവട് വെച്ചില്ലെങ്കിലും Even if we don't land in Mars, നമ്മൾ ചില ഉന്നതങ്ങളിലൊക്കെ പാദം വെക്കുവാൻ ദൈവകൃപ തന്ന ദൈവമക്കളാണ്. but God has been gracious that we have been in high position. അങ്ങനെയുള്ള ഉന്നതങ്ങളിലൊക്കെ ചുവട് വെച്ച സമയത്ത് And when you set those foot in high position, ചൊവ്വായി പോകാനുള്ള ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മനം തിരിഞ്ഞ് മടങ്ങി വരണം. and you have to come back if you are not right in the presence of God. ചൊവ്വായിട്ടാണോ പോകുന്നത് എന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ ആത്മശോധന ചെയ്യണം. You have to examine if you are right in front of God. ശാസ്ത്രീയ നേട്ടം ഒരുപക്ഷേ നമ്മളെ നക്ഷത്രം വരെ കൊണ്ടുചെന്ന് എത്തിച്ചെന്നിരിക്കും. The advances in science might get us to the stars. എന്നാൽ ചൊവ്വായി ജീവിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്നാണ്. സ്വത്രം. But if you don't live right in front of God, then God will pull down your home set. എന്നാൽ പ്രിയമുള്ളവരെ, ചൊവ്വായി ജീവിച്ചാൽ ഒരുപക്ഷെ ചൊവ്വായിലോ വ്യാഴത്തിലോ എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും പാട്ടുകാരൻ പാടുന്നത് പോലെ കോടാനുകോടി ഗോളങ്ങളെ കടന്ന് നിത്യതയുടെ തുറമുഖത്ത് സ്വർഗത്തിൽ നമ്മുടെ അരുമരക്ഷകന്റെ അടുക്കലെത്തുവാൻ നമുക്കിടയായി തീരുമെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് രാത്രി ദൈവമക്കൾ അറിയണം. And you have to understand that if you live a righteous life, you will enter into eternity. നമ്മുടെ ചിന്താ വിഷയം ഇന്ന് രാത്രി അതല്ലെങ്കിലും ഒരു വാചകം പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മാറട്ടെ. I would like to utter one sentence. നക്ഷത്രങ്ങളിൽ കൂടുകെട്ടുന്നതല്ല നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. Our ultimate goal is not to build homes on the stars. മറിച്ച് നക്ഷത്രങ്ങളെ കടന്ന് നാഥന്റെ സന്നിധി അണയുകയാണ് എന്റെ ലക്ഷ്യമെന്ന് ഉത്തമ ബോധ്യമുള്ള ദൈവമക്കളുണ്ടെങ്കിൽ അവർ മാത്രമേ ഇന്ന് രാത്രി കർത്താവിനെ ഞാൻ എന്റെ കർത്താവിനെ നന്ദിയോടുകൂടെ വാഴ്ത്തുന്നു.
Hallelujah. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, If you ask me the meaning of what I am saying, മനുഷ്യരുടെ പാദം ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ചവിട്ടിയതല്ല ലോക ചരിത്രത്തിലെ മഹൽ സംഭവം എന്ന് പറയുന്നത്. and the greatest event is not that man was landed on a planet. നേരെ മറിച്ച് സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിച്ചവനായ നമ്മുടെ അരുമനാഥൻ തന്റെ സകല മഹിമകളെയും വെടിഞ്ഞ് നമ്മുടെ വേഷത്തിൽ ഈ താണഭൂമിയിൽ ഇറങ്ങി വന്നതാണ് ഏറ്റവും വലിയ ചരിത്ര സംഭവം എന്ന് പറയുന്നത്. The greatest event in the history was that God left his glorious presence and came down to earth. അതിന്റെ കാഴ്ചപ്പാട് ആത്മാവിൽ പ്രാപിച്ച പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന വാചകങ്ങൾ നമുക്ക് പരിചയമുള്ളതാണ്. And in Philippians, Paul is saying this. 2:5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Chapter 2, verse 5. ദൈവ സ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന അരുമനാഥനായ നമ്മുടെ കർത്താവ് Jesus Christ, who did not consider his equality with God but came down and died for us. വേദശാസ്ത്രപരമായി kenosis എന്ന വാക്ക് അതിന്റെ അർത്ഥം he emptied himself തന്നെത്താൻ ശൂന്യനാക്കിക്കൊണ്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനായിട്ടിടയായി തീർന്നു. Theologically, the word is kenosis, which means he emptied himself to come down to earth. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ ഇന്ന് രാത്രി വർണ്ണിക്കുവാൻ എന്റെ ബലഹീനമായ നാവുകൾ കൊണ്ട് കഴിയത്തില്ല. My weak tongue is not enough to praise the glory of God. നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളുവാൻ ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരിക്കലും കഴിഞ്ഞെന്ന് വരികയില്ല. This whole universe may not be enough to hold the glory of അവന്റെ God. മഹത്വത്തെ വർണ്ണിക്കുവാൻ മനുഷ്യന്റെ ബലഹീനമായ നാവുകൾ കൊണ്ട് കഴിഞ്ഞെന്ന് വരികയില്ല. The weak tongue is not enough to praise the glory of അവന്റെ God. മഹത്വത്തെ അളക്കുവാൻ ലോകത്തിലെ മറ്റൊരളവുകോല് കൊണ്ടും ഒരുപക്ഷെ സാധ്യമായെന്ന് വരികയില്ല. We cannot measure the glory of God. അവന്റെ മഹത്വത്തെ നമുക്ക് കാണുവാനും അറിയുവാനും വിശ്വസിക്കുവാനും കഴിയുന്നതിന് അപ്പുറമായതാണ് ദൈവമക്കളെ. The glory of God is much greater than what we can know. എന്നാൽ ആ മഹത്വത്തെ ഉരിഞ്ഞ് മാറ്റിവെച്ചിട്ട് അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ഈ താണഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായി തീർന്നു. And he gave up his glorious presence and came down to earth. ഈ താണഭൂമിയിലേക്ക് താൻ ഇറങ്ങി വന്ന അനുഭവത്തെ പൗലോസ് കൊരിന്ത്യരോട് ഇങ്ങനെയാണ് വിവരിക്കുന്നത്, നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. And Paul is telling the Corinthians about his glory. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ സമ്പന്നനായിരുന്നിട്ടും When God was in his full eternity, തന്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കേണ്ടതിന് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. Paul is saying, you know the grace that God left his richness to come down and to make us rich. കർത്താവായ യേശു ക്രിസ്തു തന്റെ ആദ്യത്തെ പ്രത്യക്ഷത ഈ ഭൂമിയിൽ വരുത്തിയപ്പോൾ When God appeared for the first time here, തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയെ താൻ മാറ്റിവെക്കുവാനിടയായി തീർന്നു. he gave up his glorious riches. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിരുന്ന നമ്മെ പിടിച്ചുയർത്തേണ്ടതിനു വേണ്ടി To revive us from the poor state that we were. നമ്മെക്കാൾ അവൻ ദരിദ്രനായി തീർന്ന് നമ്മെ ആത്മീക സമ്പന്നതയിലേക്ക് പിടിച്ചുയർത്തിയ ദൈവസ്നേഹത്തിനായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. I praise God for the love of God that he came down to a much poorer state than we were and to lift us to spiritual richness. ഈ രാത്രി എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിത്വം If there is one person who's listening to me tonight, ആത്മീകമായ ജീവിതത്തിന്റെ താഴ്ചയിലായിരിക്കുന്നുവെങ്കിൽ, if you are in your lowness in the spiritual ആത്മീക life, ജീവിതത്തിൽ ദാരിദ്ര്യത്തിലായിരിക്കുന്നെങ്കിൽ, if you are in the poorness of the spirit, ആത്മീക ജീവിതത്തിൽ ബാങ്ക്രപ്സിയിലായിരിക്കുന്നെങ്കിൽ, if you are in the bankruptcy of ഈ spiritual life, രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ എനിക്ക് നിന്നോട് പറയുവാനുള്ളത്, I would like to tell you with the word of God, നിന്നെ അവിടെ നിന്ന് പിടിച്ചുയർത്തി ആത്മീക സമ്പന്നതയുടെ മണ്ഡലത്തിൽ നിർത്തേണ്ടതിനാണ് ദൈവത്തിന്റെ പുത്രൻ ദാരിദ്ര്യവേഷമെടുത്തതെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. if God came down to earth to lift you out of that, don't forget that. നമ്മുടെ കർത്താവ് തന്നെ തന്നെ താഴ്ത്തി
ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. Our God humbled himself and came down to earth. താഴ്മയുടെ വേദശാസ്ത്രം ഒരുപക്ഷെ നമ്മളിൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. And the message of humbleness, we may not know that. നമ്മുടെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് പടിപടിയായി ഉയർച്ച മാത്രം പ്രാപിക്കുക എന്നുള്ളതാണ്. And our goal is to go higher. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ തന്റെ മാതൃകയിലൂടെ പഠിപ്പിച്ച ആദ്യത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മെ തന്നെ താഴ്ത്തുന്നതിലൂടെ ഉയർച്ച പ്രാപിക്കുക എന്നുള്ള സത്യമാണ്. God set an example before us to humble ourselves and then we will be lifted up. ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തപ്പെടുവാനുള്ള പരമപ്രധാനമായ ഇതം പ്രഥമമായ മാർഗമെന്ന് ചോദിച്ചാൽ ഉത്തരമൊന്നേ എനിക്ക് പറയുവാനുള്ളൂ. എത്രത്തോളം ദൈവത്തിന്റെ മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും തന്നെ തന്നെ താഴ്ത്തുവാൻ കഴിയുമോ അത്രത്തോളം താഴ്ത്തുക. വചനം പറയുന്നു, തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടും. ഹല്ലേലൂയ. There is only one thing you can do to humble yourself as much as possible. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ജീവിതം, If there is one person that is listening to me, ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാനുള്ള പടവിനെ കുറിച്ച് അറിയാതെ ഇരിക്കുന്നുവെങ്കിൽ, if you don't know the secret to being lifted up, ഒരു വലിയ രഹസ്യമൊന്നുമല്ല, പരസ്യമായ രഹസ്യമാണ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത്. it's not a big secret that I'm preaching നിന്നെ here. തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിച്ചു കൊടുക്കുക. അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. Humble yourself completely to God and God will lift you up in the due time. തന്നെ താൻ ഉയർത്തുന്നവനെ തന്റെ സമയത്ത് താഴ്ത്തുന്നവനാണ് ദൈവം. And God is a God who pulls down those who lift themselves. എന്നാൽ തന്നെ താൻ താഴ്ത്തുന്നവനെ തക്ക സമയത്ത് ഉയർത്തുന്നവനാണ് നാം ആരാധിക്കുന്ന ദൈവം. God who lifts the humble at the right time. ഇന്ന് രാത്രിയെ കേൾക്കുന്ന ജീവിതമേ, Dear child, God is listening. ഏതെങ്കിലും അനുഭവങ്ങൾ ഒരു ഉയർച്ചയുടെ മനോഭാവം അകത്തളത്തിൽ നിനക്ക് നിറയുന്നുവെങ്കിൽ, If there is an area of you that needs attention in your life, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം എന്നുള്ള വചനം നമ്മുടെ അകത്തളത്തിൽ മുഴങ്ങിക്കൊണ്ട് ഈ രാത്രി ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുവാൻ, താഴ്മ ധരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന പറയുന്ന രാത്രിയാണ്. as it is said, pride goes before the fall, so humble yourself before God. നമ്മുടെ കർത്താവ് തന്നെ തന്നെ താഴ്ത്തി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. Our God humbled himself and he came down to യേശു earth. ക്രിസ്തുവിന്റെ ജഡാവതാരം, The fleshly appearance of ഈ Jesus Christ. ജഡാവതാരത്തിന്റെ ഉദ്ദേശങ്ങൾ പലത് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയും. And the word of God tells that the goal of this fleshly appearance is അതുകൊണ്ട് many. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് രാത്രി പറഞ്ഞ് വേഗത്തിൽ ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും. I would like to remind you a few of those. യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ആദ്യത്തെ പ്രത്യക്ഷതയിൽ എന്താണ് സംഭവിച്ചത്? What happened in the first appearance of Jesus Christ? ഒന്നാമതായി ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു. First, the word of God tells us. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. The book of John, chapter 1, verse 18. We read that, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. no one has ever seen God. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. And he has been revealed who was sitting in the bosom of the Father. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. No one has ever seen God. എന്നാൽ ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന തന്റെ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. And the Son of God has been made appear. യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ ആദ്യത്തെ പ്രത്യക്ഷതയിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവത്തെ തൻ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. And the important thing that happened that when Jesus appeared was he revealed God to earth. തിരുവചനത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. We also read like this in the word of God. ദൈവം പണ്ട് ഭാഗമായിട്ടും God by part വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് through the prophets he has told. ഈ അധികാലത്ത് തന്റെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. And in the recent times through the Son of God, ദൈവിക വെളിപ്പാടിന്റെ ഒരു പരമ്പര ദൈവത്തിന്റെ വചനത്തിലൂടെയും ലോക ചരിത്രത്തിലൂടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. we see a history of the message of God. എന്നാൽ ദൈവിക വെളിപ്പാടിന്റെ
കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. But the completion of the revelation of God, we see that in Jesus Christ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. God, no one has ever seen God. അപ്പോസ്തലനായ പൗലോസ് ആ അനുഭവത്തെ കുറിച്ച് ഇങ്ങനെ പ്രസ്താവിക്കുന്നുണ്ടല്ലോ. And Paul is also saying about that experience. അങ്ങനെയാണ് ദൈവത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നത്. And he is saying like this. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും ആരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഭാഷയിൽ ഉച്ചരിക്കുവാൻ കഴിയുന്ന സകല വാക്കുകളെയും ഉദ്ധരിച്ചുകൊണ്ടാണ് പൗലോസ് അവിടെ ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നത്. And Paul is explaining about God there, that no one has seen him. ആ വാക്കുകളിൽ വെളിപ്പെട്ടു വരുന്ന ഒരു യാഥാർത്ഥ്യം. But there is one truth that is revealed. ആരും കണ്ടിട്ടില്ലാത്തവനും ആർക്കും കാണാൻ കഴിയാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ ദൈവം നമ്മുടെ കർത്താവ്. God who lives in the untouchable light and no one has seen him. ആ ദൈവത്തെ കുറിച്ച് പറയുന്നത് he is the transcendent God, but in Christ Jesus he becomes evident for humankind. മനുഷ്യന് വിദൂരസ്ഥനായിരുന്ന ദൈവം യേശുക്രിസ്തുവിലൂടെ സമീപസ്ഥനായി മാറുകയാണ്. God who was afar off is being revealed near through Jesus Christ. God just becomes the revelators എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തിരഞ്ഞ് കണ്ടുപിടിക്കുവാൻ കഴിയാതെ മറവിടത്തിലായിരുന്നവൻ മാനവജാതിക്ക് പ്രത്യക്ഷനായി കടന്നു വരികയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ പ്രത്യക്ഷതയിൽ നാം കാണുന്നത് What we see in the appearance of Jesus Christ, മറ്റൊന്നുമല്ല, there is nothing else ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ്. but the appearance of God. ലേഖനം 1:15 മുതൽ നിങ്ങൾ വായിച്ചു നോക്കൂ. Colossians chapter 1 verse 15. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. He is the appearance of the invisible രണ്ടാം God. അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചു നോക്കൂ. Chapter 2 verse 9. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹസ്വരൂപമായി വസിക്കുന്നത്. And in him lies the completeness of God. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹസ്വരൂപമായി വസിക്കുന്നത്. And in him is the completeness of God. ദൈവത്തിന്റെ പൂർണ്ണതയിലുള്ള വെളിപ്പാട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. The revelation of the completeness of God is appeared in Jesus Christ. മാനവ ചരിത്രത്തിന്റെ ഒരു ഏട് എന്ന് പറയുന്നത് There is one thing in the history of man. മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുന്ന പുറപ്പാടാണ്. The exodus of man to find God. ദൈവത്തെ തിരയുന്ന മനുഷ്യനെ നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. You can see man who is seeking God. വിവിധ മാധ്യമങ്ങളിലൂടെ മനുഷ്യൻ ദൈവത്തെ തിരയുകയായിരുന്നു. Through many mediums, man is searching for മനുഷ്യൻ God. അവന്റെ ജ്ഞാനത്തിലൂടെ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ ശ്രമിച്ചു. Man is trying to find God through his knowledge. മനുഷ്യൻ അവന്റെ മതത്തിലൂടെ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ പരിശ്രമിച്ചു. He's trying to find God through religion. അവന്റെ അധ്വാനത്തിലൂടെ അവൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കടഞ്ഞു പരിശ്രമിച്ചു. He's trying to find God through his hard work. എന്നാൽ ദൈവത്തെ അന്വേഷിച്ച് യാത്ര പുറപ്പെട്ട മനുഷ്യന്റെ പ്രയത്നങ്ങളെല്ലാം പരാജയത്തിൽ പര്യവസാനിച്ചപ്പോൾ But the journey of man to find God, when it failed, പരിതപിക്കുന്ന മനുഷ്യനെ തേടി ഓ ഹല്ലേലൂയ സ്വർഗ്ഗങ്ങളെ വെടിഞ്ഞ് മനുഷ്യന്റെ ഇടയിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ദൈവത്തിന്റെ പുത്രനായി ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. praise God for the love of God that he came down to search for man. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, Dear children of God who are listening to me, നമ്മുടെ ദൈവം ഇനി നമുക്ക് വിദൂരസ്ഥനല്ല. our God is not far from us. കണ്ടെത്തുവാൻ കഴിയാത്ത ദൂരത്തല്ല ഇനി നമ്മുടെ കർത്താവ്. Our God is not in unreachable ഇന്ന് place. രാത്രി അവൻ നമുക്ക് ഇമ്മാനുവേലാണ്. He is Emmanuel to us. ഇന്ന് രാത്രി ദൈവം നമ്മോട് കൂടെയാണ്. He is among us. ഇന്ന് രാത്രി നമ്മുടെ ദൈവം നമ്മുടെ നടുവിലാണ്. He is in between us. ഈ രാത്രി നമ്മെ സഹായിക്കുവാൻ കഴിവുള്ളവൻ, He is the one who can ഈ help us. രാത്രി നമ്മെ സ്പർശിക്കുവാൻ കഴിവുള്ളവൻ, He is the one who can
ഇന്ന് രാത്രി നാം ആരാധിക്കും. We are not worshiping a God who is far off. യേശുവിൽ ദൈവം നമുക്ക് സമീപസ്ഥനാണ്. In Jesus, God is near to us. അവന്റെ വാഗ്ദത്തം ഇന്ന് രാത്രി നമുക്ക് വേണ്ടിയുണ്ട്. And His promise is there for രണ്ടോ us. മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ 2 or 3 people where they gather. അവരുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞത് I am there in the midst of them. ലോകത്തിലെ മറ്റൊരു മനുഷ്യനാണ്. There is no one else who has said that വാക്ക് word. പറഞ്ഞു മാറിപ്പോകുന്ന മനുഷ്യരായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. There was a man who said this, we would never believe. ആകാശവും ഭൂമിയും മാറിപ്പോയാലും But if the heaven and earth be moved, എന്റെ വാക്കുകൾക്ക് മാറ്റമില്ലെന്ന് അരുളിച്ചേരായ കർത്താവ് my word will never be ഈ moved. രാത്രി ഇവിടെ ഇരിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി That God is here in us. അരികിൽ അണഞ്ഞവനായി ഇവിടെയുള്ളത് വിശ്വാസമുള്ള എത്ര ദൈവമക്കളുണ്ട്. And let us praise God because He is in our midst. അക്ഷരികമായി നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ When God was here in our അവന്റെ midst, സാന്നിധ്യത്താൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ അടയാളങ്ങൾ അതിന്റെ നിലയിൽ മാത്രമല്ല അതിനേക്കാളുപരിയായി ഹല്ലേലൂയ ഞാൻ പിതാവിന്റെ അടുക്കൽ കടന്നു പോകുന്നത് കൊണ്ട് ഇതിലധികമായത് നിങ്ങൾ ചെയ്യുമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിന്റെ വാക്കുകൾ അന്വർത്ഥമാകത്തക്ക നിലയിൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനായി നമ്മുടെ നടുവിലുള്ള വസ്തു ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഈ രാത്രി ദൈവ സാന്നിധ്യം അനുഭവിക്കാം. ചരിത്രത്തിൽ ഇറങ്ങി വന്ന യേശുവിനെ നീ വിശ്വസിക്കുന്നെങ്കിൽ, if you believe that Jesus Christ who appeared, ചരിത്ര യാഥാർത്ഥ്യമായ യേശുവിനെ നീ അനുഗമിക്കുന്നെങ്കിൽ, if you follow Jesus in reality, ചരിത്ര യാഥാർത്ഥ്യമായ യേശുവിനെ നീ ആരാധിക്കുന്നെങ്കിൽ, if you worship Jesus, നീ അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇന്ന് രാത്രി ആലയത്തിലായിരിക്കാനായി. you have to be here by feeling His presence. യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത The first appearance of Jesus, ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. He revealed God to earth. ഫിലിപ്പോസ് കർത്താവിനോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, Philippus said to God, കർത്താവേ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. കർത്താവേ നീ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. God, Jesus, please reveal Father to us. കർത്താവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, And Jesus said this, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. who has seen me has seen the Father. ആർക്കും കാണാൻ കഴിയാത്ത ദൈവത്തെ തൻ പുത്രൻ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. Jesus revealed the God who could never be seen. ഇന്ന് രാത്രി ആ കർത്താവിനെ അനുഭവിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു. And I thank God for the people who experienced that God. യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, There is a second thing that's happening in the appearance of Jesus Christ. കർത്താവിന്റെ ഈ ഭൂമിയിലെ ജനാവതാരത്തോടുള്ള ബന്ധത്തിൽ Concerning the fleshly appearance of Jesus Christ. മറിയയുടെ ഭർത്താവായ യോസേഫിന് ദൂതമെടുക്കുവാൻ കടന്നു വന്ന ദൈവത്തിന്റെ ദൂതൻ ഇപ്രകാരം പറഞ്ഞു. The angel of the Lord appeared to Joseph and he said this. സുവിശേഷം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. Matthew chapter 1 verse 21 we read. അവനവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. Because he is going to save man from the sins, you have to name him Jesus. ക്രിസ്തുയേശുവിനെ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ പൗലോസ് 1 തിമോത്തി 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു. 1 Timothy chapter 1 verse 15 is being said like this. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് But Jesus Christ was appeared on this earth to save the sinners. വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. And that is a faithful saying. യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ആദ്യത്തെ പ്രത്യക്ഷതയിൽ തൻ ദൈവത്തെ വെളിപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, തന്റെ വരവിന്റെ ആത്യന്തിക ലക്ഷ്യം പാപികളെ രക്ഷിക്കുന്ന രക്ഷകനാകുക എന്നുള്ളതായിരുന്നു. And not only was Jesus revealing God to earth, but also through his appearance, he was here to save the sinners. രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, Dear children of God who are gathered here, യേശുവിനെ നാം അനുഭവിച്ചറിയുന്നത് വിവിധ നിലകളിലാണെങ്കിലും we experience and know Jesus in many different ways. ആത്യന്തികമായി യേശു നമ്മുടെ രക്ഷകനാണ്. The first thing, he is our Savior. നമുക്കറിയാം
യേശുവിനെ ലോകം വിവിധ നിലകളിൽ കണക്കാക്കുന്നുണ്ട്. The world looks at Jesus in many different ways. മലയാളികളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. As far as the Malayalis are concerned, God is a social person. യേശു ക്രിസ്തുവിന്റെ ജീവിതവും വചനങ്ങളും സാമൂഹ്യമായ പരിവർത്തനത്തിന് വിധേയമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ ജീവിതം സാമൂഹ്യ പരിവർത്തനം ഉളവാക്കിയിട്ടുണ്ട്. Was Jesus Christ a social person? Yes, indeed. എന്നാൽ എന്റെ കർത്താവ് വെറും ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമല്ല. But not only was he just a social person. ലോകത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലരും പറയുന്നത് അല്ല, നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായ പിണറായി വിജയൻ പോലും അടുത്ത നാളുകളിൽ വിളിച്ചു പറഞ്ഞു യേശു ക്രിസ്തുവാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന്. And the communists believed Jesus was the first communist. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി ഒരുപക്ഷെ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് അല്പസാമ്യങ്ങൾ ഉണ്ടെന്ന് തോന്നിയാൽ പോലും യേശു ക്രിസ്തു ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിലല്ല താൻ ആയിരിക്കുന്നത്. അതിലുപരിയായിട്ട് താൻ രക്ഷകനാണ്. ദൈവത്തിന് സ്തോത്രം. The words of Jesus may have some resemblance to the communist thoughts, but Jesus was a savior. നാം അറിയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക ഉന്നതിയിലുള്ളവരുടെ താഴ്ച ആഗ്രഹിക്കുകയും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായിരിക്കുന്നവരെ പിടിച്ചുയർത്തുകയും ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരു പ്രത്യയശാസ്ത്രമാണ്. But the communists that we believe in is God who came to earth to lift the poor. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യയശാസ്ത്രമായി കമ്മ്യൂണിസം നിലനിൽക്കുമ്പോൾ But communism is being revealed for just one group of people. നമ്മുടെ കർത്താവിന്റെ വചനം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. But the word of God tells us it's not just for one group of people. ദരിദ്രനെന്നോ വ്യത്യാസം കൂടാതെ, There is no difference between the rich or the poor. നിറവ്യത്യാസം കൂടാതെ, There is no difference in color. വിദ്യാഭ്യാസ വ്യത്യാസം കൂടാതെ, There is no difference in education. കോണ്ടിനെന്റുകളുടെ വ്യത്യാസം കൂടാതെ സകല മനുഷ്യരെയും ഒന്നായി ക്രിസ്തുവിൽ ചേർക്കുക ദൈവം നമുക്ക് തന്ന രക്ഷകനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. And I praise God for revealing Jesus as a savior for one and all. നമ്മുടെ കർത്താവ് വെറും ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമല്ല. He was not just a social person. സമൂഹത്തെ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളവനല്ല അവൻ. He was not just targeting one particular people in the അവനൊരു society. മത നേതാവ് മാത്രമല്ല, അവൻ സകലത്തിനും ശകലവുമായ കർത്താവാണ്. And he was a God for everything. അവൻ സകലർക്കും വേണ്ടിയുള്ളവനാണ്. He was here for everyone. ലോകം ക്രിസ്തുവിനെ എങ്ങനെയും വ്യാഖ്യാനിക്കട്ടെ, Don't let the world define Jesus in any way. എന്നാൽ ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ സഭ ഈ തലമുറയിൽ ക്രിസ്തുവിനെ എങ്ങനെയാണ് കാണുന്നത്? But the question is, how does the church define ഇന്ന് Jesus? രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, Dear children of God, ദൈവസഭയ്ക്കകത്തും ദൈവസഭ മുഖാന്തരവും ലോകത്തിൽ ഇന്ന് ഉയരുന്ന പല പ്രസംഗങ്ങളും നാം സശ്രദ്ധം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. if we listen to the many messages being preached, we can understand. യേശുവിനെ രക്ഷകനായി ലോകത്തിന് കൊടുക്കുന്നതിന് പകരം, Instead of presenting Jesus as a savior to the world, ലോകത്തിന് സഭ ഇന്ന് യേശുവിനെ ഒരു വെറും സൗഖ്യദായകനായി, Jesus being revealed as a healer, സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു വ്യക്തിത്വമായി, as a financial planner, അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും പരിപാലനവും നൽകുന്ന ഒരു വ്യക്തിയാണ്, or as a person who provides solution to life problems. യേശു കർത്താവ് ഇതൊക്കെ ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ചെയ്തു കൊടുക്കുന്നവൻ തന്നെയാണ്. If you may ask, will Jesus do these? Yes, he may. ഒരു ദൈവത്തിന്റെ ദാസന് പ്രകാരം പറയുവാനിടയായി തീർന്നു. One man of God said like this, 3 നിലകളിലാണ് ലോകത്തിൽ യേശുവിനെ ആവശ്യം. in 3 ways the world needs ഈ 3 Jesus. നിലകളിലും യേശുവിനെ കിട്ടിയില്ലെങ്കിൽ ലോകത്തിന് യേശുവിനെ ആവശ്യമില്ല. If the world does not get Jesus in these 3 levels, then they don't need him. ഒന്നാമത് രോഗം വരുമ്പോൾ സൗഖ്യമാക്കുന്ന ഒരു ഡോക്ടറായിട്ട്, The first thing, they need a doctor. രണ്ടാമതായിട്ട് സാമ്പത്തിക ആവശ്യം വരുമ്പോൾ
കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുന്ന ഒരു ബാങ്കറായിട്ട്. And the second thing, they want him as a banker. മൂന്നാമതായിട്ട് ജീവിതത്തിന്റെ എല്ലാ ചുവടുകളിലും പരിപാലിക്കുന്ന സൂക്ഷിക്കുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ് ആയിട്ട്. And the third, as a security guard who protects them. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. There is one thing I want to ask dear children of God. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ എങ്ങനെയാണ് അനുഭവിച്ചറിയുന്നത്? How are we experiencing God in our lives? നിശ്ചയമായും അവൻ നമ്മെ സൗഖ്യമാക്കുന്ന സൗഖ്യദായകനാണ്. He is a God who will heal us definitely. അവൻ നമ്മെ പരിപാലിക്കുന്ന പരിപാലകനാണ്. He is a God who protects us. അവൻ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്നവനാണ്. He is a God who helps us. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. But dear children of God, may I ask you? രോഗം വരുമ്പോൾ കർത്താവ് നമ്മെ സൗഖ്യമാക്കിയില്ലെങ്കിലും, Even if God will not heal us, ആവശ്യങ്ങൾ വരുമ്പോൾ അവൻ നമ്മെ സഹായിച്ചില്ലെങ്കിലും, even if He does not help us, അവൻ നമ്മുടെ പരിപാലനം ഏറ്റെടുത്തില്ലെങ്കിലും, even if He does not protect us, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയുവാൻ കഴിയും അപ്പോഴും യേശു എന്റെ രക്ഷകനാണെന്ന്? how many of you can say Jesus is still my Savior? എന്തിനാണ് ദൈവവേദനയെ നീ യേശുവിനെ അനുഗമിക്കുന്നത്? Why are you following Jesus? വെറും രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമാണോ നീ യേശുവിനെ അനുഗമിക്കുന്നത്? Is it for healing? ഒരുപക്ഷെ ഇന്ന് കടന്നു വരുന്ന രോഗത്തിന് യേശു നിനക്ക് സൗഖ്യം തന്നെന്ന് വരും. Maybe God will heal you today. എന്നാൽ ഒരുപക്ഷെ നാളെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനുള്ള ഒരു വാഹനമായിട്ട് മറ്റൊരു രോഗം നിന്നെ കടന്നു പിടിച്ചെന്ന് വരും. But then you may be under a disease that will take your life away. ഇന്നൊരുപക്ഷെ കർത്താവ് നിന്നെ അത്ഭുതകരമായ അനർത്ഥങ്ങളിൽ നിന്ന് പരിപാലിച്ചെന്ന് വരും. Maybe today God protects you from great calamity. നാളെ ഒരുപക്ഷെ മറ്റൊരു അനർത്ഥത്തിലൂടെ ആയിരിക്കും അവൻ നിന്നെ തന്റെ അടുക്കലേക്ക് മടക്കി വിളിക്കുന്നത്. Maybe through another event He might pull you away. ഇന്നൊരുപക്ഷെ നിന്റെ ആവശ്യത്തിന്റെ മുമ്പിൽ നീ നിലവിളിക്കുമ്പോൾ അരുമനാഥനായ കർത്താവ് ആകാശത്തിന്റെ കിളിവാതിൽ നിനക്ക് വേണ്ടി തുറന്നു തന്നെന്ന് വരും. Maybe He will open the doors of heaven for you today. എന്നാൽ നിന്നെ അവരോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി, നിന്റെ കഷ്ടതയുടെ നടുവിൽ നിന്നെ ശോധന ചെയ്ത് ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി നിന്റെ ആവശ്യം, നിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം നൽകി തരാത്ത സമയവും നിന്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരും. ഇന്ന് രാത്രി എനിക്ക് ദൈവമക്കളോട് പറയുവാനായിട്ടുള്ളത്, സൗഖ്യം പ്രാപിച്ച ഒരു കുഷ്ഠരോഗി അവൻ രക്ഷിക്കപ്പെട്ടവനല്ലെങ്കിൽ അവൻ നിത്യനരകത്തിൽ പോകും. എന്നാൽ സൗഖ്യം പ്രാപിക്കാത്ത ഒരു കുഷ്ഠരോഗി അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ പോകുവാനിടയായി തീരും. Tonight I want to tell you one thing. If there's a leper who is healed but not saved, he will go to hell. But if there's a leper who is saved but not healed, he will go to heaven. ദൈവം നൽകിയ നന്മ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ അവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ നിത്യതയിൽ പോകും. അല്ല, ആ നന്മയൊന്നും അനുഭവിക്കാൻ കഴിയാതെ നീ ഈ ഭൂമിയിൽ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നതെങ്കിലും യേശുവിന്റെ അവകാശമാണെങ്കിൽ നിത്യതയുടെ അവകാശമാണ്. You have experienced goodness but not salvation, you will go to hell. But if you are poor but you are saved, you will enter eternity. അനർത്ഥങ്ങളൊന്നും കാണാതെ അത്ഭുതകരമായ വിടുതൽ അനുഭവിച്ച് ഈ ഭൂമിയിൽ പാർക്കുന്ന ഒരു മനുഷ്യൻ കർത്താവിനെ മുറുകെ പിടിക്കേണ്ടതുപോലെ മുറുകെ പിടിക്കാതെ ഇരുന്നാൽ അവൻ നിത്യനാശത്തിൽ ചെന്ന് അവസാനിക്കും. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കളെ, വചനം നമ്മോട് പറയുന്നത് പോലെ അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുമെന്നുള്ള വചനം പോലെ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, കഷ്ടതയിലൂടെ, കണ്ണുനീരിലൂടെ, രോഗത്തിന്റെ ബന്ധനത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ നിന്നെ അവൻ വീണ്ടും ജീവിപ്പിച്ച് നിത്യതയുടെ തുറമുഖത്ത് തേജസ്സോടുകൂടെ നിർത്തുന്ന ഒരു ദിവസമുണ്ടെന്നുള്ളത് ഇന്ന് രാത്രി അറിയുന്ന ജനം രാത്രിയായി തീരട്ടെ. Jesus is my Savior. എന്റെ കർത്താവിനെ ഞാൻ ആത്യന്തികമായി അനുഭവിച്ചറിയുന്നത് എന്റെ രക്ഷകനായിട്ട്.
I experienced Jesus as my Savior first. മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായോ? What is the most important problem for man? അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? What is the biggest problem of America? സാമ്പത്തികമാണെയാണോ? Is it financial burden? ജോലിയില്ലായ്മയാണോ? Is it joblessness? നമുക്ക് അങ്ങനെ പറയുവാൻ കഴിയുമോ? Can we say that? വെറും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ഇരുന്ന നമ്മുടെ പണ്ടത്തെ നാളുകളെ നിങ്ങൾ പലരും മറന്നുപോയോ? Have you forgotten the days of the past where you did not have them in the... ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ പലർക്കും അത് അറിയത്തില്ലായിരിക്കും. Maybe our new generation, the children did not understand ചില that. പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർക്കും മാതാക്കൾക്കും ഒരുപക്ഷെ കടന്നു പോകുവാൻ ഇന്ന് രാത്രി കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. But I believe that the elders can look back into their life. അനുഭവിക്കുന്ന നന്മകളും സൗകര്യങ്ങളും ഒക്കെ ഇല്ലാതിരുന്ന ഒരു കാലം. There was a time when you did not have any good. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നമുക്ക് അനുഭവിക്കുവാൻ വകയില്ലാതിരുന്ന ഒരു കാലം. There were no basic amenities. അരിയവിടെ തുണിയവിടെ പറയൂ സർക്കാരെ എന്നൊക്കെ നെടുനീള ഇറങ്ങി നാട്ടിൽ ആളുകൾ വിളിച്ചു പറഞ്ഞൊരു കാലം. There was a time when you were looking for clothes. ആ കാലഘട്ടത്തിലും സ്വസ്ഥതയും സമാധാനവും ഒക്കെ മനുഷ്യരില്ലായിരുന്നോ? Was there no happiness and peace at that time? അത്താഴമുണ്ടില്ലെങ്കിലും സമാധാനത്തോടെ അന്തി ഉറങ്ങുവാൻ നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ കഴിഞ്ഞിരുന്നില്ലല്ലോ. എന്നാൽ അനുഭവിക്കുന്ന സമൃദ്ധിയുടെ നടുവിലും ഉറക്കം നഷ്ടപ്പെട്ടവരായ ഒരു തലമുറയുടെ നടുവിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നം സാമ്പത്തികമല്ല. Financial problems is not the main problem. പിന്നെന്താ പ്രിയമുള്ളവരെ, ക്ലൈമാറ്റിക് ചേഞ്ചസ് ആണോ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം? Is climatic change is the biggest problem. ഓസോൺ ലെയറിൽ ഉണ്ടാകുന്ന വലിയ വിള്ളലൊന്നുമല്ല മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നം എന്ന് പറയുന്നത്. The problem of man is not the hole that is being formed in. മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നം എന്ന് പറയുന്നത് അവന്റെ പാപമാണ്. But the primary problem is sin. അവന്റെ പാപത്തിന് പരിഹാരം അവൻ വരുത്തിയാൽ അവന്റെ സകല പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തുന്നവനാണ്. There is a solution to his sin and there is a solution to everything. ഏതൊരു തലമുറ ദൈവത്തിങ്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടുകൂടെ തിരിഞ്ഞിട്ടുണ്ടോ? If there is any generation that has come back to ആ God, തലമുറയൊക്കെ അഭിമുഖീകരിച്ച പ്രതിസന്ധികൾക്ക് ദൈവം ഉയരത്തിൽ നിന്ന് പരിഹാരം അയച്ചിട്ടുള്ള ദൈവമാണ്. God has solved the problems of those generations. ശമര്യയുടെ പടിവാതിൽക്കലുണ്ടായ കഠിന ക്ഷാമത്തിന്റെ മുൻപിൽ And in front of the famine that was here in Samaria, സത്യമല്ലെന്ന് വിളിച്ചു പറയുന്ന രാജാവിന്റെ കാര്യവിചാരകന്റെ വാക്കിന്റെ മുമ്പിൽ and in front of the steward of the king, നാളെ ഈ നേരത്ത് അതങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ പ്രവാചക ശബ്ദം പോലെ ദൈവം അന്ന് ചെയ്തുവെങ്കിൽ ഇന്നും ചെയ്യുവാൻ ദൈവം ശക്തനെന്ന് വിശ്വസിക്കുന്ന എത്രയോ മക്കളുണ്ട്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ലക്ഷോപലക്ഷം ആളുകൾക്ക് ഫുഡ് കോർപ്പറേഷന്റെ ഗോഡൌൺ ഇല്ലാതെ 40 സംവത്സരം തൃപ്തിയായും വണ്ണം മല്ലന്മാരുടെ പോഷണം കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവമായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിന്റെ ഒരു ചെറിയ ആവശ്യം, നിന്റെ കുടുംബത്തിലെ ഒരു ചെറിയ ആവശ്യം, നിന്റെ തലമുറയുടെ ഒരു ചെറിയ ആവശ്യം എന്റെ ദൈവത്തിന് ഇന്ന് രാത്രി ഒരു വലിയ വിഷയമല്ലെന്ന് അത്താഴം വിളിച്ചു പറയുന്നു. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. മാനവ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിഫലനമുളവാക്കിയ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, if you ask what was the greatest event in the mankind, മനുഷ്യനോട് പക്ഷേ പല ഉത്തരങ്ങളും പറഞ്ഞിരിക്കും. there may be many answers for that. ലക്ഷോപലക്ഷം ആളുകൾ മരിച്ചുപോയ 2 ലോകമഹായുദ്ധങ്ങളെ കുറിച്ച് ഒരുപക്ഷെ മനുഷ്യൻ പറഞ്ഞിരിക്കും. A man might talk about the 2 world wars that happened. അതുപോലെ തന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ വർഷിക്കപ്പെട്ട ആറ്റം ബോംബുകൾ നിമിത്തമുണ്ടായ വിനാശം ഇന്നും അതിന്റെ പരിണത ഫലങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് ആളുകൾ പറയും അതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന്. The greatest event that happened in history may be the bombings of Hiroshima and Nagasaki. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, But dear children of God who listen to me tonight, മാനവ ചരിത്രത്തിൽ വന്ന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം ലോക മഹായുദ്ധങ്ങളല്ല. it's not the world wars that happened. ആറ്റം ബോംബിന്റെ വർഷം, It's not the atomic bombings. മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തവും
വിനയം വരുത്തി വെച്ച സംഭവം എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപമാണ്. But the sin of man was the greatest problem that happened. ഇന്നും മാനവകുലത്തിന് വിനാശം വരുത്തി വെക്കുന്നത് മറ്റൊന്നുമല്ല, മനുഷ്യന്റെ പാപമാണ്. And it's man, the sin of man that is still അതിന് പരിഹാരം വരുത്തുവാൻ മനുഷ്യൻ ആഗ്രഹിക്കാതെ, and man does not desire to cause solution to his sin. നാടൻ ഭാഷയിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ, ഉലക്ക വിഴുങ്ങിയിട്ട് എന്നാ കുടിക്കുന്നേ? പെപ്സി ഒന്നും അല്ലല്ലേ? ചുക്കഷായം കുടിച്ചാൽ വല്ല ഗുണമുണ്ടാവോ? മറ്റു പറച്ചിലുണ്ട്, ആനക്കിട്ടെറിഞ്ഞിട്ട്, നിങ്ങളൊക്കെ അമേരിക്കയിലായതല്ലെന്ന് മറന്നുപോയല്ലേ, ആനക്കിട്ടെറിഞ്ഞിട്ട് വാഴയ്ക്ക് മറിഞ്ഞാൽ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? Sorry. ഈ പറയപ്പെടുന്നത് പോലെ മനുഷ്യൻ അവന്റെ പ്രശ്നങ്ങളുടെ മൂലകാരണത്തിന് പരിഹാരം കണ്ടെത്താതെ അവന്റെ അധ്വാനം കൊണ്ട് അതിനെ അതിജീവിക്കുവാൻ കിണഞ്ഞ് പരിശ്രമിച്ച് പുരോഗതി പ്രാപിക്കുന്നുവെന്ന് പറയുമ്പോഴും അധോഗതിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഈ തലമുറയുടെ നടുവിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ദൈവം നമ്മെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ലോകത്തിന് പാപത്തെ കുറിച്ചുള്ള ബോധ്യം വരുത്തുവാനും ആ പാപത്തിന് പരിഹാരകനായ രക്ഷകനെ ഉയർത്തി കാണിക്കുവാനുമാണെന്നുള്ളത് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ മറക്കരുത്. സ്തോത്രം. രക്ഷകനെ എനിക്കും നിനക്കുമാണ് അവകാശമായി ലഭിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്തെന്നുള്ളത് നമ്മുടെ പക്കലാണ് ദൈവമേൽപ്പിച്ചിട്ടുള്ളത്. ഇത് നാം അടക്കി വെക്കുവാൻ അവകാശമില്ല എന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുകയാണ്. Praise the Lord. യേശു നമ്മുടെ രക്ഷകനാണ്. ഇന്ന് അവൻ ലോകത്തിന്റെ പാപത്തിന് പരിഹാരകനാണ്. അവൻ ലോകത്തിന്റെ രക്ഷകനാണ്. Jesus is the savior of the world and the solution to the sin. യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. And it is a faithful and acceptable saying that Jesus came to earth for the salvation of sinners.